വണ്ടി ഞാൻ എപ്പോഴും കണ്ണാപ്പി തന്തിലായ്മ ആവാം. പൊളിച്ചിട്ടാ മൈരൻ ഇല്ല ഇതെന്താന്നറിയോ, ഇത് പ്ലാൻഡാ, ഇത് പ്ലാൻഡാ. നമ്മള് അനാവശ്യമായിട്ട് സംസാരിക്കാൻ പോകരുത്. എനിക്ക് റിപ്പയർ ഷോപ്പ് അറിയാം. ആരിവിടെ സെക്യൂരിറ്റിയാ നിൽക്കുന്നത്? ബ്ലാക്ക് മാഫിയ എന്ന് പറഞ്ഞ ടീമുണ്ട്. ഹലോ അല്ല ഇടയ്ക്ക് വണ്ടി നിന്ന് അല്ലല്ല കോൾസ് ഒന്നും കുറയ്ക്കും അല്ല ഞാൻ ഡിസ്കണക്ട് ചെയ്യണ എന്ത് അടക്കാണല്ലേ റേഡിയോ. സത്യത്തിൽ എടാ സിറ്റിയിൽ എന്തോ പുതിയ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എവിടെ പോണ്ടേ? എന്തോ കാണാൻ പറഞ്ഞുതരാം. അയ്യോ ഇത് അജർക്കണെന്തോ അല്ല, നമ്മള് മാപ്പ് എടുക്കാൻ നോക്കുമ്പോഴേ ഇപ്പൊ ഇതെല്ലാം പോവും കേട്ടാ, കത്തി പോവും കേട്ടാ. ഫസ്റ്റ് സിറ്റിയില് ജയന്റ് ഇത്രയും പേര് നിക്കുന്നുണ്ടിട്ട് എന്തൊരു ബ്രോ പ്രശ്നം? കണ്ടുകൂടെ വണ്ടിക്കുന്നു സമയമില്ല കേട്ടോ. അവനും ഫസ്റ്റ് ജയന്റ് വീലിന്റെ അടുത്തോട്ട് ജയന്റ് വീൽ ബാക്കില് അത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ഇരുത്തിയെ കറക്കും. നല്ല രസം അതില്. ഓ ഫുള്ള് ആൾക്കാരാ. എന്നാ പിന്നെ നീ കയറി കറങ്ങ. അല്ല അണ്ണ നമുക്ക് എല്ലാവരും കൂടെ കേട്ടത് അത് സിറ്റിയിലെ പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടായോണ്ടേ. ചുമ്മാ പറഞ്ഞല്ലേ ടെൻഷൻ ആവല്ലേ? എനിക്കെന്ത് ടെൻഷൻ? ഇത് കയറി നിർത്തി എല്ലാരും കയറി ഫസ്റ്റ് ലീഡർ കയറണം, എന്നിട്ട് കോ ലീഡറിന് കയറാൻ പറ്റുമോ? ഫസ്റ്റ് ലീഡർ കയറണം, എന്നിട്ട് കോ ലീഡറിന് ബാക്കി കയറാൻ പറ്റും. എന്തായാലും സാമാനാണ്ട് ഉടനെ പോയി പിടിക്കാൻ പോയി. എന്ത് ജയന്റ് പേര് കേൾക്കുമ്പോ പിടിക്കാൻ പോരുത്. ജയന്റ് എന്ത് ഉണ്ടല്ലോ ചാടി പോയതാ ആള് ജയന്റ് കേട്ടുപോയതാ. അല്ല വാസു ഇവനൊക്കെ പറഞ്ഞ ആരെയും വിശ്വസിക്കും? വാസു അല്ല അതോടനെ ചാടി കയറാൻ പോയിരിക്കും പറഞ്ഞ കേട്ടോടനെ. എടാ അല്ല ഞാൻ കേറില്ല, ഞാൻ ചടിക്കരുതല്ലോ. നിങ്ങള് വരട്ടത് അവ കറങ്ങി നിന്നില്ലല്ലോ. നിന്നാലല്ല കേറാൻ പറ്റും. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ കണ്ണാപ്പി നിനക്കൊന്നും ബുദ്ധിയില്ലേ? ഒരു റൈഡ് കറങ്ങിക്കൊണ്ടിരിക്കുന്നിടയ്ക്ക് ആരെങ്കിലും ചാടിക്കേറോ? ഇല്ല ഞാനത് ആര് പറഞ്ഞു? എന്റെ അത് നിക്കുവല്ലായിരുന്നു. അത് നിക്കുവായിരുന്നോ? എടാ നിക്കുവായിരുന്നോ? എന്നാ പിന്നെ കണ്ണാപ്പി 30 കോടിയെ ഇപ്പൊ അവന് 30 കോടി എടുക്കാനായിട്ടൊന്നും ചെയ്തില്ല. നമ്മൾ ഈഗോടെ ചെയ്ത പോലെ പവർ ഗെയിമില്ല. ഇതൊരുമാതിരി പുഷ്പ കാണിക്കുന്ന പരിപാടി കാണിക്കുന്നത്. DJ പുഷ്പ വെച്ച് എന്നെ കമ്പയർ ചെയ്തതിന് 2 കോടിയുടെ നീ എക്സ്ട്രാ. അത് കൊടുക്കാം. തന്തേനെ DJ പുഷ്പനെ വെച്ച് ഒരിക്കലും ഒരാളെ കമ്പയർ ചെയ്യരുത്. എനിക്ക് എന്റെ അച്ഛൻ ആരാന്ന് അറിയത്തില്ലെന്നേ ഉള്ളൂ, അല്ലാതെ അവന്റെ കൂട്ടി ഇല്ലാത്തവനല്ല. മനസ്സിലായ ഞാൻ രണ്ട് കണക്കല്ലേ മലയാളി. അറിയില്ലല്ലോ. എന്തായാലും വാസുവിനെ കളഞ്ഞിട്ട് പോയപ്പോഴത്തേക്ക് തന്ത മറ്റേ കിട്ടുന്നത് ആയിരിക്കുമല്ലോ. അപ്പൊ വിളിച്ചാ പോരെ. ഒന്നുകിൽ വാസു ഒരു ഉമ്മിയ പോലായിരിക്കണം, അല്ലെങ്കിൽ തന്ത ഒരു ഉമ്മിയ തന്നായിരിക്കണം. എന്തായാലും ഏതായാലും ഒന്നായിരിക്കണം കളഞ്ഞിട്ട്. രണ്ടിലേതായാലും ഒന്നേ അടക്കത്തുള്ളൂ. അതുകൊണ്ട് കണ്ണാപ്പി നിന്റെ അച്ഛന്റെ പേരെന്ത്?
അണ്ണാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തന്നില്ല അച്ഛന്റെ പേര് ഗോദാവരി. പിന്നെ നീ എന്തിനാ എഴുതി തൊലിക്കുന്നത് നീ? അതാ നമ്മള് കൂട്ടുകാരത്തിനോ കോമഡി പറയുമ്പോ ചിരിക്കല്ലോ അണ്ണാ. ആണോ ആണോ? അണ്ണാ എന്താ ചിരിക്കാത്ത? അല്ല നീ ആരും നിന്റെ തന്തെ കണ്ടുപിടിച്ചിട്ട് എന്റെ തന്തെ കണ്ടുപിടിക്ക്. നീ ആരും ഇപ്പൊ അടാ കണ്ടുപിടിച്ചാലും കിട്ടുമോ എന്ത് ഉറപ്പ് അണ്ണന്റെ? എടാ നിന്റെ ആരും കണ്ടുപിടിക്കടാ, എന്നിട്ട് എന്റെ കണ്ടുപിടിക്കാം. അതെ എന്റെ മരിച്ചേക്കട ഞാൻ 1996 ചാച്ച തീർന്നതാണ്. അപ്പൊ ഞാൻ 1997 ജനിച്ചതാണ്. അപ്പൊ എന്റെ പരിചയമുണ്ടോ? മിണ്ടായിരിക്കാൻ പറയണേ. തന്തില്ലാത്തവരും അത് കാണാത്ത എന്താ ഇതുവരെ കാണാത്ത ഒരു ഇമാജിനേഷൻ ക്യാരക്ടറിന്റെ പേരിലാണ് അടി ഉണ്ടാക്കുന്നത്. എടാ എനിക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ഈ കൂട്ടത്തിൽ ഏറ്റവും ഈഗോ കുറവ് എനിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ അധികം ഒന്നും സംസാരിച്ച് മറ്റേ നിങ്ങളെ വെറുപ്പിക്കാത്തത്. അല്ല അണ്ണാ സംസാരിക്കുന്നത് അതുകൊണ്ട് 2 കോടി ഇനിയും കൂട്ടി തരും കേട്ടോ. സത്യം ഞാൻ ഗ്രൈൻഡിങ് ടാർഗറ്റ് കൂട്ടുന്നത് ഈഗോടെ പുറത്താണെന്നാണ് നിന്റെ വിചാരം? അല്ലല്ലോ ഒരിക്കലല്ലോ, അങ്ങനെ ഒരിക്കലും ചെയ്യില്ലല്ലോ. വേറെ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട്. അല്ല അണ്ണനൊരു ഈഗോ ഇല്ലാത്ത ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നിനക്ക് 2 കോടി ഇപ്പൊ കുറച്ചു തരാനായിരിക്കും ഉദ്ദേശിക്കുന്നല്ലേ? ദുബായിൽ പൊടിക്കാറ്റ് എനിക്ക് ലൈവ് നിർത്തണം. തിരക്കില്ല പോയിട്ട് തിരക്കില്ല. ഇപ്പൊ പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ജനലിൽ കൂടെ പൊടി വരുന്നു. അപ്പൊ വായിക്കാത്ത മണ്ണൊക്കെ പത്തി കാണുമല്ലോ. വായിക്കാത്ത മണ്ണാണ്, നിന്റെ കൂട്ട് കുണ്ണല്ല. അവന്റെ വർത്താനം കൊറേ നേരമായി. എടാ കണ്ണാപ്പി നിന്റെ സാമാനം വെട്ടിയാ കടലിറങ്ങി കേട്ടാ, ഞാൻ പറഞ്ഞേക്കാം. ഈഗോ ഇല്ലാത്ത ആളാണ്. ഈഗോ ഇല്ലാതാ ആളെ പൊടിക്കാറ്റി കൊണ്ടു. പൊടിക്കാറ്റടിക്കുമ്പോ കണ്ണീന്ന് വെള്ളമൊക്കെ വരുമോ? ഞാനതാ ചോദിക്കാന്നേ. ഈ ബിൽഡിങ്ങിന്റെ പേര് അൺഡിക്ലേർഡ് ലൈഫ് ഇൻവേഡർ. ഏത് അണ്ടിന്ന് കണ്ടാലും ഉടനെ കയറിക്കോടാം. അതിന് തുടക്കത്തിൽ അണ്ടി ഉണ്ടെങ്കിൽ അപ്പോഴേ പിടിച്ചോളും. അങ്ങനെ ചാടിക്കടിക്കോ ബാബു? അങ്ങനെയാണോ? എനിക്കറിയില്ല മുരളി, അണ്ടിയുടെ കേസല്ലേ, അത് എന്നോട്ട് ബാധിക്കുന്ന കേസല്ലല്ലോ. കണ്ണാപ്പിക്ക് അറിയായിരിക്കുമല്ലേ? കണ്ണാപ്പി പറഞ്ഞോട്. ഇല്ല എനിക്ക് അറിഞ്ഞോടാ, എനിക്ക് അറിഞ്ഞോടാ. പിന്നെ നീ ചാടിക്കടിക്കുന്ന കാര്യം പറഞ്ഞു. അണ്ണല്ലേ ചാടിക്കടിച്ച ആന്റി എന്ന് പറഞ്ഞ് നമ്മളെന്തായാലും ചാടിക്കടിക്കുന്നത് നിന്റെ അച്ഛൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് കണ്ട അണ്ടി കേസൊക്കെ വിടാം. നമുക്ക് നോർമലായിട്ട് പോകാം. മുരളിക്ക് ഇറങ്ങാന്നല്ലേ പറഞ്ഞത്, ഇറങ്ങാമെങ്കിൽ. അതൊരു വിഷമാവൂ. ആർക്ക്? ഉറക്കം വരുമോ? എനിക്കോ? എടാ എനിക്ക് ഈഗോ എന്ന് പറയുന്ന ഒരു പ്രശ്നം എന്നെ ബാധിക്കണ കേസല്ല. എടാ ഞാൻ ഒരു കാര്യം ഞാൻ അറിഞ്ഞത് കഴിഞ്ഞ മാസം ബാബു 3 ഷോട്ട് സ്ലീപ്പിംഗ് പിൽസ് ഒക്കെ മേടിച്ചതാണ് അറിഞ്ഞു ഉറങ്ങാൻ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ ബാബു. അതറിഞ്ഞോണ്ടാ കണ്ണാപ്പി, കണ്ണാപ്പി അതറിഞ്ഞോണ്ടാടാ. അപ്പൊ അത് ഞാൻ അപ്പൊ അണ്ണൻ അതിന് മുന്നേ പറഞ്ഞത് നീ ഇപ്പൊ എന്താ പറയാ കണ്ണാപ്പി? അല്ല അത് അണ്ണൻ ചോദിച്ചിട്ടാ. കണ്ണാപ്പി നിനക്ക് 100 എത്രയാണ്? എന്ത് 100K? അണ്ണാ എനിക്ക് 14. പിടിക്കുന്നുണ്ട്, ആരും പിടിച്ചോണ്ടിരിക്കാണ്. എത്ര പിടിച്ചിട്ടുണ്ട് നീയൊക്കെ ഇരുന്ന് സബ് കൗണ്ടർ കൗണ്ട് ചെയ്യണ. ഞാനൊരു കാര്യം പറയട്ടെ, എന്തായാലും വെട്ടിയിടുമ്പോ എന്റെ ചാനലിൽ മെൻഷൻ ചെയ്യണം. 6000 ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞ ഫേസ് ക്യാം വാസുവിനാണ് എടുക്കുന്നത്. എന്റെ ഷോർട്സ് 10 അണ്ണന്റെ ഫേസ് ക്യാം, എന്റെ ഫേസ് ക്യാം ഇല്ല. എടാ 6000 മതി എനിക്ക്, അല്ല 4000. അപ്പൊ എല്ലാരും എന്നെ കൂടെ ഒന്ന്. സത്യം പറഞ്ഞ ഞാൻ എന്റെ ഇതിൽ കൂടെ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് ഈ എപ്പോഴും ഊക്ക് വാങ്ങുന്ന പയ്യൻ ആരാന്നാ. ഞാൻ അതിലൊക്കെ മലയാളിയോട് പറഞ്ഞ് എങ്ങനെ പോലും നല്ല സബ് അത് വഴി കയറിയിട്ടുണ്ട്. ജീപ്പ് ഇടിച്ച മനപ്പൂർ നാച്ചുറൽ, വളരെ നാച്ചുറൽ. നമുക്ക് പരാതിയൊന്നുമില്ല.
ഇത് ഡ്രസ് ഇങ്ങനെ അത് ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്റെ തന്നെ സക്കീറായവരായതായിരിക്കും. അവരെന്തൊക്കെയാ കൈസഹായം കേട്ടോ. ഓ പറ രായ പറ. എടാ എന്റെ പേര് നോക്കിക്കോണേ പേര് നോക്കി നോക്കണം. എന്റെ പേര് ഇങ്ങനെയാണ്. നിന്റെ പേര് വെച്ചപ്പോ നീ എന്തിനു കണ്ണാപ്പി എടാ അവനെ പേര് തിരിച്ചു മാറ്റാൻ വേണ്ടി ചെയ്തതാണ് ഇപ്പൊ ലാസ്റ്റ് അഡ്മിൻ. ഞാൻ ഇപ്പൊ കാർഡ് ഞാൻ അടിക്കാ നിന്നെ കാര്യം. ഇതൊന്നും അറിയാത്ത ഇവനെയൊക്കെ എടുത്ത് ഗ്യാങ്. എടാ ഞാൻ വണ്ടിക്കകത്ത് ഇറങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കും. നീ അല്ല ഗ്യാങ്ങിലെ മെമ്പർ ആണ് പറയണ കാര്യം കേട്ടാ മതി. കോലീഡറിനെ എടുത്ത് തോളത്ത് കയറിയിട്ട് വണ്ടിക്കകത്ത് കയറും. വണ്ടിക്കകത്ത് കയറും. അണ്ണന്റെ കണ്ണപ്പി ഒരാൾ കഴിവില്ലായ്മേനെ വെച്ചിട്ട് കളിയാക്കരുത്. നീ എന്നെ പഠിക്കുന്ന അല്ല